ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും ഭീകരാക്രമണങ്ങളും ലോകത്തിന് പുതിയ കാര്യമല്ലല്ലോ. എന്നാൽ ഈ വെടിവെപ്പുകൾക്കും ബോംബാക്രമണങ്ങൾക്കും അപ്പുറം ഈ രണ്ട് അയൽക്കാർക്കിടയിൽ ഒരു ജലയുദ്ധം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ അയൽ തർക്കങ്ങളിലൊന്നായ ഈ പ്രശ്നത്തിന് ഒരു പുതിയ മാനം നൽകുന്നതാണ് ഈ ജലയുദ്ധം. അതെ, നദികളിലൂടെയാണ് ഈ പുതിയ യുദ്ധം. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു പുതിയ, എന്നാൽ വളരെ ശക്തമായ ഒരു ആയുധം പുറത്തെടുത്തിരിക്കുകയാണ്. അതും സൈനിക ബലമില്ലാതെ പൂർണ്ണമായും നയതന്ത്രപരമായി. വർഷങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അഥവാ IWT എന്നൊരു ഉടമ്പടി നിലവിലുണ്ട്. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഒരു ജല പങ്കാളിത്ത കരാറാണിത്. സിന്ധു നദിയും പോഷക നദികളും ഉൾപ്പെടുന്ന സിന്ധു നദീതടം. പാകിസ്ഥാൻ, ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങൾ, ചൈനീസ് ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലായി ഏകദേശം 1.12 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചുകിടക്കുന്ന ഒരു വലിയ നദീവ്യവസ്ഥയാണ്. ഈ നദീതടത്തിലെ 6 പ്രധാന നദികളെയാണ് സിന്ധു നദീജല ഉടമ്പടി വിഭജിക്കുന്നത്. സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളുടെ ജലം ഇന്ത്യക്കും, സിന്ധു, ജലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാൻ ഉടമ്പടി അനുവാദം നൽകുന്നു. ഇനി നമുക്ക് ഒരു പഴയ പദ്ധതിയെക്കുറിച്ച് നോക്കാം. 40 വർഷം മുമ്പ് തുടങ്ങിയ തുൽബുൾ നാവിഗേഷൻ പ്രോജക്റ്റ്. 1984 ജലം നദിയിൽ ഒരു ജലസംഭരണി പണിയാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. ഓർക്കുക, ജലം നദിയിലെ ജലം പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ കടുത്ത എതിർപ്പ് മൂലം 1987 ആ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 2008 മുതൽ 2014 വരെ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ 80% പൂർത്തിയാക്കിയെങ്കിലും തീവ്രവാദി ആക്രമണങ്ങൾ നേരിട്ടതുകൊണ്ട് അതും മുന്നോട്ടു പോയില്ല. എന്നാൽ ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. ഇതിനെയാണ് ഒരു ഗതി മാറ്റുന്ന നീക്കം എന്ന് പറയുന്നത്. നിലവിലെ സിന്ധു നദീജല കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം ഗാർഹികാവശ്യങ്ങൾക്കും ജലവൈദ്യുത പദ്ധതികൾക്കും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അനുവാദമുണ്ട്. തുൽബുൾ പദ്ധതി പൂർത്തിയാകുന്നതോടെ ജലം നദിയിലെ ജലം കരാറനുസരിച്ച് ഇന്ത്യക്ക് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയും. ഇത് വേനൽക്കാലത്ത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഇത് കേവലം ഒരു ജലസേചന പദ്ധതി മാത്രമല്ല, പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ജീവനാഡിയായ വെള്ളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യ നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. ഇതിനെതിരെ പാകിസ്ഥാന്റെ പ്രതിഷേധം ഉറപ്പാണെങ്കിലും സിന്ധു നദീജല ഉടമ്പടിയുടെ പരിധിയിൽ നിന്നുകൊണ്ടുതന്നെയാണ് ഇന്ത്യ തുൽബുൾ പദ്ധതി നിർമ്മിക്കുന്നത്. ഭാവിയിൽ ഒരു സംഘർഷമുണ്ടായാൽ ശൈത്യകാലത്ത് ജലം നദിയിലെ ജലപ്രവാഹം മന്ദഗതിയിലാക്കിയോ പൂർണ്ണമായി തടഞ്ഞോ ഇന്ത്യ ഇത് ദുരുപയോഗം ചെയ്യുമോ എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന ഒരു കത്തി പോലെയാണ്. ഈ വിഷയത്തിൽ ലോകബാങ്കിന് അതൃപ്തിയുണ്ടാവാമെങ്കിലും ഉടമ്പടി പ്രകാരം ഏതെങ്കിലും ഒരു കക്ഷിയെ നിർബന്ധിച്ച് ഒരു പ്രത്യേക നടപടിക്ക് പ്രേരിപ്പിക്കാൻ അവർക്ക് അധികാരമില്ലാത്തതിനാൽ ഇന്ത്യയുടെ ഈ നീക്കത്തെ തടയാൻ അവർക്ക് സാധിക്കുകയുമില്ല. ഇവിടെയാണ് പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത്. പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ പൂർണ്ണമായും സിന്ധു നദിയിലേക്കും അതിന്റെ പോഷക നദികളിലേക്കും ഒഴുകിവരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. തുൽബുൾ പദ്ധതി പൂർത്തിയായാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ജലം കിട്ടാതെയാകുമോ എന്ന് അവർ അതിയായി ഭയപ്പെടുന്നു. ഇത് വലിയ ഭക്ഷ്യപ്രതിസന്ധിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും ആത്യന്തികമായി വലിയ ജനകീയ അശാന്തിയിലേക്കും അവരെ നയിച്ചേക്കാം. അതുകൊണ്ടാണ് ഈ പദ്ധതിക്ക് നേരെ ഇതിനു മുൻപും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായതും പാകിസ്ഥാൻ ഇതിനെ എന്നും എതിർത്തതും. വെള്ളം ഒരു നയതന്ത്ര ആയുധമായി മാറുന്നതിലെ ഏറ്റവും വലിയ പ്രഹരം പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഇതാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഈ നീക്കം കേവലം ഒരു ജലസേചന പദ്ധതി മാത്രമല്ല, ഇത് നയതന്ത്രപരമായും സാമ്പത്തികമായും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ്. ഒരു നദിക്ക് ഒരു രാജ്യത്തിന്റെ ഭാവി എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഈ നടപടിയോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.